നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി മാസം 4 തീയതി മുതൽക്ക് 10 തീയതി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും, മേഷാദി എല്ലാ കൂറുകാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, ഈ ആഴ്ചയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം ഒന്നും വരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ഏതാണ്ട് സമാനമായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ്. ഭാവം കൊണ്ട് ഏതാനും ചില വ്യത്യാസങ്ങൾ, ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണമായിട്ട് കണക്കിലെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട്, ഗ്രഹസ്ഥിതിക്ക് വ്യത്യാസം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഫലത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ ആഴ്ച സംഭവിക്കുന്നില്ല. എങ്കിലും സാമാന്യമായിട്ടുള്ള ഫല നിരൂപണം നമുക്ക് നടത്താം. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും ധനുരാശിയിലാണ്. ബുധൻ മാറ്റം 13 തീയതിക്ക് ശേഷമാണ് അത് മകരത്തിലേക്ക് മാറുന്നത്. ശനി മീനത്തിൽ തന്നെയാണ്. മിഥുനത്തിൽ വ്യാഴവും, കുംഭത്തിൽ രാഹുവും, ചിങ്ങത്തിൽ കേതുവുമാണ് ഗ്രഹസ്ഥിതിയായിട്ട് വരുന്നത്. നമുക്കാദ്യം മേടം രാശി, ഏരീസ് എന്നാണ് അതിൽ ഇംഗ്ലീഷിലേത് പറയുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ പാദം, ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ, അവരുടെ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ തന്നെ 9ാം ഭാവത്തിലാണ്, ഭാഗ്യസ്ഥാനത്താണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും നിൽക്കുന്നത്. ജോലി സംബന്ധമായിട്ട് നേതൃത്വപരമായിട്ടുള്ള ചില പങ്ക് അവർക്ക് കൂടുതൽ ഉണ്ടാവുന്നതായിട്ട് കാണാം. ചില ചുമതലകളൊക്കെ നേരത്തെ ഏറ്റെടുത്ത ചില ചുമതലകളൊക്കെ അവർ പൂർത്തിയാക്കും. ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും മറ്റ് ഗവൺമെൻറ് ജോലികളിലും മറ്റുമൊക്കെ ഏറ്റെടുത്ത ചില ചുമതലകളൊക്കെ പൂർത്തിയാക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ചില നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ചില സമ്മർദ്ദങ്ങളൊക്കെ ജോലിസ്ഥലത്ത് അഥവാ ബിസിനസ്സിൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ധൈര്യപൂർവ്വം നേരിടാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ആഴ്ച അനുകൂലമായിട്ടുള്ള ഒരു ഫലം തരുന്നതാണ്. ഏറെ റെക്കഗ്നീഷനും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വിദേശ ഇടപാടുകൾ അഥവാ വിദേശ ബിസിനസ്സൊക്കെ ഉള്ളവർക്ക്, വിദേശത്തുനിന്ന് ധനം കിട്ടുന്ന ബിസിനസ് ചെയ്യുന്നവർക്ക് ഒക്കെ അവർക്ക് വരുമാനം കൂടുതലുണ്ടാകാൻ സാധിക്കും. നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നവർക്ക്, സെക്യൂരിറ്റീസ്, ഗോൾഡ് മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിക്ഷേപം നടത്തുന്നവർ, അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതത് സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവരോ ആണെങ്കിൽ ഇത് സമയം അനുകൂലമാണ്. എന്നാൽ അവർക്ക് വസ്തു സംബന്ധമായിട്ടുള്ള, ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് ചെയ്യാൻ ഉരുമ്പെടുന്നവർ ഇപ്പോൾ തൽക്കാലം അതൊന്ന് ലാഗ് ചെയ്തിട്ട് കുറച്ച് പതുക്കെ മതി എന്ന് വയ്ക്കുന്നതായിരിക്കും അനുകൂലമായിട്ട് വരിക. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്താൽ ചില ചതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് ഇവർക്ക് പിത്ത സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളുമൊക്കെ വരാം. ഹൃദയം, നെഞ്ച് ഒക്കെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഉറക്കം കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന ഫറ്റീഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് കുറച്ച് അഭിപ്രായ ഭിന്നതയും മറ്റുമൊക്കെ ഉണ്ടായേക്കാം. എന്നാലും ആഴ്ചയുടെ അവസാനം വരുമ്പോൾ അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാകുന്നതാണ്. പരിഹാരമായിട്ട് ഗണപതി പൂജ നടത്തുക, പ്രത്യേകിച്ച് ചതുർത്ഥി ദിനത്തിൽ ചതുർത്ഥി വ്രതം നടത്തുന്നതും ഗണപതി ക്ഷേത്ര ദർശനവും ഒക്കെ നല്ലതാണ്. ക്രൂരകർമ്മങ്ങൾ അഥവാ രൂക്ഷകർമ്മങ്ങൾ ഇതൊക്കെ അവർ ഒഴിവാക്കുന്നത് ഈ ഒരു സമയത്ത് ഒട്ടും തന്നെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചുമന്ന നിറം ഒഴിവാക്കാനും അവർ ധരിക്കുന്ന വസ്ത്രത്തിനും മറ്റൊക്കെ ചുമപ്പ് നിറം ഉള്ളത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര, മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇവർക്ക് അഷ്ടമത്തിലാണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്നത്. 2 വ്യാഴവും 11 ശനിയും 10 രാഹുവും ആണ് ഇവരുടെ ഗ്രഹസ്ഥിതി വരുന്നത്. ജോലിസ്ഥലത്തവർക്ക് ചില അംഗീകാരങ്ങളും ഒക്കെ കൂടുതൽ അവരുടെ പ്രവൃത്തി മൂലമുണ്ടാകുന്ന ശ്രദ്ധയും ഒക്കെ ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്കും അവർ ചെയ്തു വരുന്ന പ്രൊജക്റ്റിൽ കുറച്ച് വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നൂതന പദ്ധതികൾ, ഭാവിയിലേക്ക് ഗുണകരമാകുന്ന ചില പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും ഈ ആഴ്ച അനുകൂലമാണ്. അങ്ങനെ സംഭവിക്കും.
ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണെങ്കിൽ അവരിൽ നിന്നുള്ള സഹായം ഉറപ്പാക്കുന്ന ഒരു കാലവുമാണ്. ധനപരമായിട്ട് കയ്യിൽ വരുന്ന ധനം കുറവായിരിക്കും, എങ്കിലും ഭാവിയിലേക്ക് ഗുണകരമാകുന്ന ചില കാര്യങ്ങൾ അഥവാ അങ്ങനെയുള്ള ചില ഇടപാടുകൾ ഈ ആഴ്ച നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി വേണം. ഭാവിയിലേക്കുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ. അതിൽ വേണ്ട ശ്രദ്ധ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് കൈമുട്ടുക, കാൽമുട്ട് ജോയിൻറ്റ്, അതുപോലെ പിറകിലൊക്കെ നടു, കഴുത്ത് മുതലായിട്ടുള്ള നട്ടല് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ രോഗങ്ങളുള്ളവർക്ക് അത് ഒരല്പം കൂടാം, അതിന് ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ അഥവാ കുടുംബപരമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ആഴ്ച തന്നെയാണ്. ചില ആഘോഷങ്ങളും ഒക്കെ കുടുംബത്തിൽ വെച്ച് നടക്കാൻ സാധ്യതയുണ്ട്. ചില പൂജകളും എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ചില പൂജകളോ ഒക്കെ നടക്കാനും സാധ്യതയുണ്ട്. ഇവർ ഈ ആഴ്ച പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി നാരായണ പൂജ നടത്തുക, കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ഇവർക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. വെളുത്ത നിറം അനുകൂലമാണ്. ചുവപ്പ്, കറുപ്പ് മുതലായിട്ടുള്ള നിറങ്ങൾ പ്രാധാന്യമുള്ള വസ്ത്രങ്ങളോ സാധനങ്ങളോ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ല ഫലം ചെയ്യും. അടുത്തത് മിഥുനക്കൂറാണ്. ജമിനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന മകയിരം അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ 3/4, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. 7ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട്. സൂര്യൻ, ബുധ, ശുക്ര, കുജ യോഗമാണ് 7ൽ വരുന്നത് ധനു രാശിയിൽ. ജോലി സംബന്ധമായിട്ട് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കൂടാവുന്നതാണ്. മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവൻ്റെ ഹയറപ്സ് ഒക്കെ ആയിട്ട് ചോദ്യോത്തരങ്ങൾ ഉണ്ടാകാം. അതിൽ ചില പ്രശ്നങ്ങളിലേക്ക് കൂടാൻ സാധ്യതകളുണ്ട്. കഴിയുന്നതും വാക്കുകളിൽ വളരെ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെട്ടു എന്നുള്ളത് കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ധനപരമായിട്ട് ചില ചിലവ് കുറച്ച് കൂടുതൽ വരാം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചിലവുകൾ, അതായത് മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ഉണ്ടായേക്കാം. എങ്കിലും ധനാഗമ മാർഗങ്ങൾ, പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റ് ഫിസിക്കലായിട്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല, എങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവും ഒക്കെ ഉണ്ട്, അത് സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ഭാര്യ ഭർത്താവ് ഇവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ കുറച്ച് കൂടിയ ശ്രദ്ധ വേണ്ട കാലമാണ്. ചില തെറ്റിദ്ധാരണകളും അതുമൂലം ഉണ്ടാകാവുന്ന ചില ഫ്രിക്ഷനും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകാം. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദക്ഷിണാമൂർത്തിയെ ധ്യാനിക്കുക, ദക്ഷിണാമൂർത്തിയുടെ മന്ത്രം ജപിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും, പച്ച നിറത്തിന് പ്രാധാന്യമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക, വസ്ത്രമാണെങ്കിലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുക, പച്ച പയർ ദാനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. 12ൽ വ്യാഴവും 6ാം ഭാവത്തിൽ, അതായത് ധനുവിൽ സൂര്യ, ബുധ, ശുക്ര, കുജ യോഗം ആണ് ഇവർക്കുള്ളത്. ജോലി സംബന്ധമായിട്ട് ചില പുതിയ ചുമതലകളൊക്കെ ഉണ്ടാകാം. അതിൽ കുറച്ച് അവർ കൊണ്ടിരുന്ന ജോലിയിൽ കുറച്ച് വളർച്ചയും ഒക്കെ ഉണ്ടാകാം. സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പിന്തുണ പുതുതായിട്ടുണ്ടാകാം, അഥവാ ഉള്ളത് കൂടുതലായിട്ട് വരാം. പുതിയൊരു കരിയറിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ആണെങ്കിൽ പുതിയൊരു കരിയറിലേക്ക്, ജോലിയിലുള്ളവർക്കും മറ്റുമൊക്കെ പുതിയ കരിയർ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ധനപരമായിട്ട് നല്ല വരുമാനത്തിന് അനുകൂലമാകുന്ന ഒരു കാലമാണ്. രേഖകളെ കൊണ്ട് ഉണ്ടാവേണ്ട ഗുണം, അതായത് രേഖകൾ പ്രദർശിപ്പിച്ചോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകേണ്ട ധനാഗമ മാർഗങ്ങൾ തുറന്നു വരുന്നതാണ്. ആരോഗ്യപരമായിട്ട് നമ്മുടെ ശരീരത്തിൽ അമ്ലത്വം കൂടുന്നതുകൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്, അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് അനുകൂലമാണ്.
അവിടെ ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. വീട്ടിൽ പുതിയ തീരുമാനങ്ങൾ, കൂട്ടായി എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. തിങ്കളാഴ്ച ദിവസത്തെ ശിവ ദർശനവും തിങ്കളാഴ്ച വ്രതവും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. അതുപോലെ തന്നെ വെളുത്ത നിറത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, വെളുത്ത വസ്ത്രം ദാനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ വെളുത്ത പട്ട് സമർപ്പിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മകം, പൂരം, ഉത്രത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറിനെ പറയുന്നത്. ഭാവം കൊണ്ട് 11 വ്യാഴമാണ്. 5-ാം ഭാവത്തിൽ ധനുവിൽ സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്ന കാലമാണ്. കേതുവിൻ്റെ ലഗ്നത്തിൽ കേതു ഉണ്ട് എന്നുള്ളതിൻ്റേതായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളും ഒക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളും അതുപോലെ അത്യധികമായിട്ടുള്ള ഉഷ്ണം ഒക്കെ ഉണ്ടാകുന്നതും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അവരവരുടെ പ്രതിഭ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാലവും കൂടെയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ അഥവാ സർക്കാരിൽ തന്നെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. അഥവാ അങ്ങനെയുള്ള സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഫലം സഹായം കിട്ടേണ്ടവർക്കത് കിട്ടാവുന്നതാണ്. ജോലി സംബന്ധമായിട്ടും ഒക്കെ നോക്കിയാൽ ധനപരമായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്. അനാവശ്യ ചിലവുകൾ ഇവർക്ക് വന്നു ചേരാവുന്നതാണ്. അങ്ങനെ ഉള്ളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കടം കൂടാൻ സാധ്യതയുണ്ട്. പഴയ ചില കുടിശ്ശികകളും ഒക്കെ വീണ്ടും അതുകൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ്. നമ്മൾ വീട്ടേണ്ടതായിട്ടുള്ള കടങ്ങൾക്ക് അത് വീട്ടാൻ വേണ്ട സമ്മർദ്ദങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ട കരുതലുകൾ എടുക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ അസുഖങ്ങളൊക്കെ, തല സംബന്ധിച്ച രോഗങ്ങൾ, കണ്ണ് സംബന്ധിച്ചതും രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും ഒക്കെ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചൊന്ന് കൂടാവുന്നതാണ്. കുടുംബപരമായിട്ട് സ്വന്തം വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ, മാതാപിതാക്കന്മാരോ അങ്ങനെയുള്ള മുതിർന്നവർ ഉണ്ടെങ്കിൽ അവരുടെ രോഗസംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാലമാണ്. അവർക്ക് രോഗങ്ങൾ വരാനും അതുമൂലമുണ്ടാകാവുന്ന ചില എക്സ്പെൻസസ് കൂടാനുമൊക്കെ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് ഇവർക്ക് പറയാവുന്നത് ഹനുമാനെ ഭജിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ ഹനുമാൻ ചാലീസ മുതലായിട്ടുള്ള അറിയാവുന്നവർക്ക് അത് ചൊല്ലാവുന്നതാണ്. നിത്യേന തന്നെ ചൊല്ലുന്നത് നല്ലതാണ്. ചില നിറങ്ങൾ കടുത്ത നിറങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ചുമപ്പ് മുതലായിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള നിറങ്ങൾ വർജിക്കാൻ, പ്രത്യേകിച്ച് ഡ്രസ്സിങ്ങിലും ഒക്കെ അത് വർജിക്കുന്നത് കൊണ്ടും ചില ഗുണങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര്. ഉത്തരത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര. ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. ഇതിൽ ഇവർക്ക് 10-ൽ വ്യാഴമാണ്. 4-ാം ഭാവത്തിൽ ധനുവിൽ സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്നുണ്ട്. 7-ൽ ശനിയാണ്. 6-ൽ രാഹുവുമാണ്. ജോലി അഥവാ ബിസിനസ് സംബന്ധമായിട്ട് അവനവൻ്റെ പെർസ്പെക്റ്റീവ് അഥവാ ജോലിയോട് അഥവാ ചെയ്യുന്ന ബിസിനസ്സിനോടുള്ള ഒരു വീക്ഷണം, അതിൽ കുറച്ചുകൂടെ കൃത്യത ഉണ്ടാകും. അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടുകയും ചില നൂതനമായിട്ടുള്ള പ്രോജക്റ്റുകൾ അവർക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടേതായിട്ടുള്ള സഹകരണവും ഇവർക്ക് കൂടുതൽ കിട്ടാവുന്നതാണ്. ധനപരമായിട്ട് നോക്കിയാൽ അനുകൂലമാണ്. വളരെ സൂക്ഷിച്ച് ചില നിക്ഷേപങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിലേക്ക് ചില നല്ല ഗുണങ്ങൾ ഉണ്ടാകും. ചിലവുകൾക്കും കുറച്ച് കൂടുതൽ കുടുംബപരമായിട്ടുള്ള ചിലവുകൾക്ക് ഇവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ആരോഗ്യപരമായിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇൻറ്റസ്റ്റൈൻ, ഗ്യാസ് മുതലായിട്ടുള്ള ചില രോഗങ്ങൾ അതുള്ളവർക്ക് അത് കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അത് ഡൈജസ്റ്റീവ് സിസ്റ്റം അത് ആഹാരത്തിൻ്റെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ശ്രദ്ധ കൊണ്ടും ചിട്ട കൊണ്ടും അത് സ്വയം പരിഹരിക്കേണ്ടതാണ്. ഗൃഹകാര്യങ്ങളിലൊക്കെ ബന്ധുക്കളും ഒക്കെ കുടുംബത്തിൽ വരിക, പഴയ ചില പൂർവിക ബന്ധങ്ങൾ വീണ്ടും ഉറപ്പിക്കുക,
അങ്ങനെയൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ അവർക്ക് ഉണ്ടാകും. അത് എന്താണെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കില്ല. പരിഹാരമായിട്ട് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ശാസ്ത്രമന്ത്രങ്ങൾ, ശനിയുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം ജപിക്കുക, ശാസ്താക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. ബുധക്ഷേത്രത്തിൽ അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഥവാ ദർശനം നടത്തുക, അഥവാ ബുധശാന്തിയും ശനിശാന്തിയും കൂടെ നടത്തുന്നതും അനുകൂലമായിട്ട് കാണാവുന്നതാണ്. സൂര്യന് അതോടൊപ്പം തന്നെ സൂര്യന് ശാന്തിയും നടത്തേണ്ടതാണ്. ഇവർക്ക് ഇപ്പോൾ പച്ച നിറത്തിലുള്ള കല്ലുകൾ കൊണ്ടുള്ള മാലയോ അല്ലെന്നുണ്ടെങ്കിൽ മോതിരം മുതലായിട്ടുള്ളവ ധരിക്കുന്നതും ചില ദോഷങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലം, ദോഷങ്ങൾ മാറി അനുകൂലമായിട്ടുള്ള ഫലം സിദ്ധിക്കാൻ നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. ലിബ്ര എന്ന് ആണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. മൂന്നാം ഭാവത്തിൽ ഇവർക്ക് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്നുണ്ട്. തുലാക്കൂറുകാർക്ക് 9-ൽ വ്യാഴം എന്നുള്ള അനുകൂല ഭാവമുണ്ട്. 6-ൽ ശനിയും 5-ാം ഭാവപതിയായിട്ടുള്ള ശനി 5ഉം 4ഉം ഭാവാധിപത്യം വെച്ച ശനി 6-ലും വരുന്നു എന്നുള്ളതും അത് ഒരു നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെ തരുന്നതാണ്. ജോലി സംബന്ധമായിട്ട് അവർ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച് ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. അവരെ ചില ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നവർ അഥവാ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ, അതുപോലെ ചില പ്രസൻറ്റേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. അവർക്ക് നല്ല റെക്കഗ്നീഷൻ ഇതുകൊണ്ട് കിട്ടാവുന്നതാണ്. അവരുടെ സംസാര ശൈലി കൊണ്ട് അത് കൂടുതൽ ആകർഷകമായിട്ട് വരുന്നതാണ്. ആ തരം ജോലികൾ ചെയ്യുന്നവർക്ക് ആ ഫലം പ്രത്യേകമായിട്ട് കാണാവുന്നതാണ്. ധനവരുമാനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ചിലവുകളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ധാരാളം ചിലവുകളും ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് യാത്രകൾ, ചെറിയ ചെറിയ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടുണ്ടാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് പൊടി അടിക്കുക, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില ചെറിയ രോഗങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അഥവാ ആസ്മ മുതലായിട്ടുള്ള ഉള്ളവർക്ക് അത് കുറച്ച് കൂടുതലാകാനും ഉള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളും ഒക്കെയുള്ളവർക്ക് അവരിൽ നിന്ന് നല്ല ശുഭവാർത്ത കേൾക്കാവുന്നതാണ്. അവരുടെ പരീക്ഷാ വിജയം, അതുപോലെ ജോലി ഒക്കെ കിട്ടേണ്ടവർക്ക് അത് കിട്ടുക, അങ്ങനെ ഉള്ള വാർത്തകൾ കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാകും. ഭാര്യയുമായിട്ടും ഒക്കെ ബന്ധങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കും. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാപൂജ നടത്തുക, ദുർഗാക്ഷേത്ര ദർശനം നടത്തുക, ദുർഗാസൂക്തം ജപിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള അത് സംബന്ധമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക, വെള്ളിയാഴ്ച ദിവസം ഭഗവതി സേവ നടത്തുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്നതും, സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് പൂജിക്കുക അഥവാ സുഗന്ധദ്രവ്യങ്ങൾ ധരിക്കുക മുതലായവയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതാണ്. അടുത്തത് വൃശ്ചികം ആണ്. വൃശ്ചികം, സ്കോർപ്പിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഇവർക്ക് 2-ാം ഭാവത്തിൽ ധനു രാശിയിലാണ് ശുക്രനും ചൊവ്വയും ബുധനും സൂര്യനും വരുന്നത്. ഈ ഗ്രഹയോഗം അവർക്ക് ധനപരമായിട്ട് അനുകൂലമായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടാകും. അതുപോലെ ചൊവ്വയുടെ 2-ാം ഭാവത്തിലെ ഇതുകൊണ്ട് പ്രസൻസ് കൊണ്ട് ചില ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ അവർക്കുണ്ടായ ഫലങ്ങൾ തന്നെ ഇവിടെ സംഭവിക്കാവുന്ന വാക്കുകൾ സൂക്ഷിച്ച് വേണം. വാക്കുകൾക്ക് ശക്തി ഉണ്ടാവും. അത് മറ്റുള്ളവരാൽ അനുസരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അതിൻ്റെ രൂക്ഷത കൊണ്ടുണ്ടാകുന്ന ചില ഫ്രിക്ഷൻസ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട് അവരെ അംഗീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ധനപരമായിട്ട് വസ്തു വിൽപ്പന കൊണ്ടും അതുപോലെ വാങ്ങുക, വിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയങ്ങളോ അത് സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കോ ബിസിനസ് ചെയ്യുന്നവർക്കോ ഒക്കെ ഗുണകരമായിട്ടുള്ള കാലമാണ്. അത് സംബന്ധിച്ചുള്ള ചിലവുകൾ, ഭൂമി സംബന്ധമായിട്ടുള്ള ചിലവുകൾ കൂടാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട്
ചില യാത്രാ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. ചെറിയ അപകടങ്ങളുണ്ടാകാനും ചില മുറിവുകൾ സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതും ചെറുതാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് വീട്ടിൽ സന്തോഷത്തോടു കൂടിയുള്ള കാലമാണ് ഉണ്ടാകുന്നത്. കുടുംബത്തിൽ വെച്ച് നടക്കേണ്ട ദീർഘകാലത്തേക്കുള്ള ഉന്നം വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് സുബ്രഹ്മണ്യനെ ഭജിക്കുക, മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കർപ്പൂരം സമർപ്പിക്കുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള കുങ്കുമം ധരിക്കുക, കുങ്കുമാഭിഷേകം നടക്കുന്ന സ്ഥലത്ത് അവിടെ അത് ചെയ്യുകയോ ആ പ്രസാദം ധരിക്കുകയും വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം സിദ്ധിക്കുന്നതാണ്. അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ഈ നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. അവരുടെ ലഗ്നഭാവത്തിലാണ് ചതുർഗ്രഹ യോഗം വരുന്നത്. സൂര്യനും ശുക്രനും ബുധനും ചൊവ്വയും വരുന്നത് ലഗ്നത്തിലാണ്. 4 ശനിയും 7 വ്യാഴവും 3 രാഹുവും ഇതാണ് ഇവരുടെ സാമാന്യ ഗ്രഹസ്ഥിതി. അവർക്ക് അവരുടെ പ്രവൃത്തിയിൽ ഒരു ശക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ഈ ആഴ്ച ചെയ്യുന്നതാണ്. ബിസിനസ്സാണെങ്കിലും മറ്റ് ജോലികൾ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്ന കാലമാണ് ഈ ആഴ്ച. അത് സംബന്ധിച്ച് ആ പ്രവർത്തനം മൂലമുണ്ടാകുന്ന വലിയ നേട്ടം, ഉയർച്ച, ഇതൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർക്ക് ധനപരമായിട്ടും അനുകൂലമാണ്. വിദേശ സംബന്ധമായിട്ടുള്ള ചില വരുമാന സ്രോതസ്സുകൾ പുതുതായിട്ട് തുറന്നു വരിക, അവിടെ നിന്ന് കിട്ടേണ്ട ധനം കിട്ടുക, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള, ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഊർജ്ജസ്വലമായിട്ടുള്ള കാലമാണ്. എങ്കിലും ശൗര്യ വീര്യങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന ഫറ്റീഗ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബപരമായിട്ട് നോക്കിയാൽ അനുകൂലമാണ്. കുടുംബ അന്തരീക്ഷം അനുകൂലമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കുടുംബത്തിലുള്ള ആൾക്കാർ, കുടുംബാംഗങ്ങൾ അംഗീകരിക്കുന്നതായിട്ടും ഒക്കെ കാണാവുന്നതാണ്. പരിഹാരമായിട്ട് വ്യാഴഗ്രഹത്തിന് ശാന്തി നടത്തുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവിടെ ദർശനം നടത്തുക, യഥാശക്തി വഴിപാടൊക്കെ നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ്. മഞ്ഞ എമറാൾഡ് ധരിക്കുക, അതൊക്കെ അങ്ങനെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാവുന്നതാണ്. അത് ദാനം ചെയ്യുന്നതാണ് കൂടുതലും. ഇത് ധരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉത്തമം ഈ അതാത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കല്ലുകൾ, അത് പ്രഷ്യസ് സ്റ്റോൺ, അത് ദാനം ചെയ്യുന്നത് ആണ് കൂടുതൽ ഗുണകരം. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് 12 സൂര്യനും ചൊവ്വയും ശുക്രനും ബുധനും വരുന്നുണ്ട്. 3 ശനിയും 6 വ്യാഴവും 2 രാഹുവും ഒക്കെ ആണ് ഇവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ. ജോലി സംബന്ധിച്ച് കുറച്ച് ദുരിതങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടാകാം. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ ചില ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേൾക്കാൻ ഇടവരും. എന്നാൽ സ്വന്തം മനോബലം കൊണ്ട് അത് ഏറെക്കുറെ പരിഹരിക്കപ്പെടുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പുതിയ അവസരങ്ങളും അവർക്ക് ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ട് അത്ര അനുകൂലമല്ല. ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പഴയ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് തീർക്കുന്നത് നല്ലതാണ്. അതിനു വേണ്ട ധനം കൈവശം വരികയും വന്നു ചേരുകയും ചെയ്യും. അത് ഇപ്പോൾ തന്നെ തീർക്കാൻ ശ്രമിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതിനുള്ള സമയമാണ്, അനുകൂലമായിട്ടുള്ള സമയമാണ്. മാനസികമായിട്ട് അത്ര സ്വസ്ഥത ഉണ്ടാവുന്ന കാലമല്ല. ഉറക്കം കുറയുക, ചില മാനസിക പീഡകൾ ഉണ്ടാകുക, അതുമൂലമുണ്ടാകുന്ന മനോവ്യാപാരങ്ങൾ കൊണ്ട് ഉറക്കക്കുറവും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് അത്ര അനുകൂലമല്ല. ചില അഭിപ്രായ ഭിന്നതകളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാവുന്നതാണ്. മാതാപിതാക്കളുമായിട്ടും നല്ല ബന്ധങ്ങൾക്ക് ചില വ്യതിയാനങ്ങൾ വന്നെന്നിരിക്കാം. അവർക്ക് ചില ദുരിതങ്ങൾ വന്നു ചേരുകയും
അതുകൊണ്ട് കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ക്ഷേത്രത്തിൽ അഥവാ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീല പട്ട് ചാർത്തി ദർശനം നടത്തുന്നതൊക്കെ വളരെ കുറച്ചുകൂടെ നല്ലതാണ്. വെള്ള് തിരി കത്തിക്കുക, എള്ള് ദാനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാക്കുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. എക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. അവിട്ടത്തര, ചതയം, പൂരൂരുട്ടാതി, മുക്കാല്, ഇതാണ് ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത്. ഇവരുടെ ധനുവിലാണ് സൂര്യ ബുധ ശുക്ര കുജ യോഗം. അത് 11ാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ യോഗം വരുന്നത്. ലഗ്നത്തിൽ രാഹുവും വരുന്നുണ്ട്. രാഹുവിൻ്റെ ഒരു സ്വാധീനം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ചില ആശങ്കകളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയ ആശയങ്ങൾ അവർക്കുണ്ടാകും. ഇത് പ്രകടിപ്പിക്കാൻ ടീം മീറ്റിങ്ങുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള അതിൽ പങ്കെടുക്കുന്നവർക്ക് ആ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളിലൊക്കെ തൻ്റെ പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കും. അത് കിട്ടും. വ്യക്തിപരമായിട്ട് അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും അവർക്ക് സിദ്ധിക്കുന്നില്ല ഈ സമയത്ത്. ലാഭം ഉണ്ടാകും. പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്കോ ഒക്കെ ലാഭമുണ്ടാകാനുള്ള സാധ്യതയാണ്. ഈ ഡിജിറ്റൽ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുക, ബിസിനസ് ചെയ്യുക, അതുപോലെ ഓൺലൈൻ വ്യാപാരങ്ങളൊക്കെ നടത്തുക, അതുകൊണ്ടൊക്കെ ഉള്ള വരുമാനം കിട്ടുന്നവർക്ക് അത് സ്റ്റഡിയാകാനും അത് കുറച്ചുകൂടെ കൂടുതലാകാനും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. ആരോഗ്യപരമായിട്ട് അവർക്ക് ശിരസ് സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തലചുറ്റലുണ്ടാകാം. ഹോർമോണൽ ചേഞ്ചസ് വരുന്നവർക്ക് അത് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് ഉള്ള ബന്ധം കൂടുതൽ ഗാഠമാകും. സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം സമയം ചെലവഴിക്കൽ അവർ കൂടുതലായിട്ട് ഉണ്ടാവും. വീട്ടിലും ഒരു സൗമ്യതയും ശാന്തതയും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാ സപ്തശതി പാരായണം നടത്തുക, അതുപോലെ ദുർഗാപൂജ, ദുർഗാക്ഷേത്രത്തിൽ അഥവാ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്. അങ്ങനെയുള്ളത് കൊണ്ട് ഇവർക്കുണ്ടാകാവുന്ന മറ്റു ദുരിതങ്ങളിൽ നിന്നും അവർക്ക് മോചനം കിട്ടുന്നതാണ്. അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പൂരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത്. ഇവർക്ക് 10ലാണ് സൂര്യ ബുധ ശുക്ര കുജ യോഗം വരുന്നത്. 4ൽ വ്യാഴവും വരുന്നുണ്ട്. 12ൽ രാഹുവുമാണ്. എന്നാൽ ശനി ലഗ്നത്തിലാണ്. 7ര ശനിയും കണ്ടകശനിയും കൂടെ ചേർന്ന കാലമാണ്. അതിൻ്റേതായിട്ടുള്ള പല ദുരിതങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും 10ലെ ഗ്രഹയോഗങ്ങളെ കൊണ്ടും അവർക്ക് അതൊക്കെ ഒരുവിധം നല്ലോണം മാറിക്കിട്ടും. ജോലി സംബന്ധമായിട്ട് ഒരുപാട് അധ്വാനം ഇവർക്ക് ചെയ്യേണ്ട കാലം ആണ്. ഈ ശനിയുടെ അവസ്ഥ കൊണ്ട് കഠിനാധ്വാനം തന്നെ ചെയ്ത് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ ജോലിക്ക് നോക്കുന്നവർക്കും അതുപോലെ തന്നെ പദവികൾ നോക്കുന്നവർക്കും കുറച്ച് പരിഗണനയുമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് മിതമായ ഒരു ലാഭം അഥവാ ക്യാഷ് ഇൻഫ്ലോ ഒക്കെ ഉണ്ടാകാം. വീട് സംബന്ധിച്ചും ഒക്കെയുള്ള ചില കാര്യങ്ങളിലും ചില മാറ്റങ്ങളുണ്ടാകാം. അത് കൊണ്ടുണ്ടാകുന്ന ചില ചിലവുകളും വന്നേക്കാവുന്നതാണ്. ഇവർക്ക് കാല്, അതുപോലെ തോള്, മുട്ട് ഒക്കെ സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാം. അങ്ങനെ രോഗമുള്ളവർക്ക് അത് കുറച്ചൊന്ന് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കുടുംബപരമായിട്ട് അനുകൂലമാണ്. ഐക്യം മെച്ചപ്പെടും. സമാധാനത്തോടു കൂടി കുടുംബത്തിൽ വർത്തിക്കാൻ സാധിക്കും. ബന്ധുക്കളുമായിട്ടും ഒക്കെ അനുകൂലമായിട്ടുള്ള അവരുമായിട്ടുള്ള കൂടിച്ചേരലുകളും അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷപ്രദമായിട്ടുള്ള കാലവും ഒക്കെ അവർക്ക് ഉണ്ടാവുന്നതാണ്. പരിഹാരമായിട്ട് ശനി ഗ്രഹത്തിനും സൂര്യനും ശാന്തി ഹോമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ദാനങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ ഇവിടെയൊക്കെ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്നതും അവർക്ക് അനുകൂലമാകുന്ന ചില ഗുണഫലങ്ങൾ അഥവാ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടകശനി, 7ര ശനി മുതലായിട്ടുള്ള ദോഷങ്ങളിൽ നിന്നും കുറച്ച് ഒരു വിമുക്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമസ്കാരം.